വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നതിനിടയിൽ പഴയൊരു ഡയറി കയ്യിൽ കിട്ടി. അതിലായിരുന്നു എൻ്റെ ബേക്കിംഗ് ഐഡിയ ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്. അതെന്റെ ബേക്കിംഗ് ഡയറി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ അടുക്കലും പെറുക്കലും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി. മുമ്പെപ്പോഴോ കുറിച്ച് വെച്ച് ട്രൈ ചെയ്യാതെ പോയ ബട്ടർ കൊണ്ടുള്ള ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അര കപ്പ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഷുഗർ അലിയിച്ചെടുത്താൽ മതി. ഇനി ഒരു മുട്ട ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കുക. ഇനി ഈ ഒരു ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും എത്രയോ നല്ലതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ മക്കൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നത്. മുട്ട ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 മില്ലി വരുന്ന ഒരു കപ്പും പിന്നെ 1/3 85 മില്ലി വരുന്ന ഒരു കപ്പിലും കൂടിയാണ് മൈദ എടുത്തിട്ടുള്ളത്. ടോട്ടല് 1 1/3 കപ്പ് മൈദ. ഈ ഒരു മൈദയിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ട് ഞാനത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിലാണ് ഞാൻ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് ബാർ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര കപ്പ് നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ടൈമിൽ ഇത് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. ഇനി അങ്ങനെ തന്നെ എടുത്തിട്ട് അത് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്ത് ട്രേയിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുപ്പിച്ച് വെക്കാതെ കുറച്ച് ദൂരെയായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിവിടെ എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. ഇത് ബേക്കായി വന്ന ടൈമിൽ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ പറ്റി പിടിച്ചിട്ടാണ് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ അതിന്റെ പിറ്റേന്ന് പിന്നെയും നേരെ പകുതി ക്വാണ്ടിറ്റിയിൽ ഞാൻ പിന്നെയും ഇത് ചെയ്തെടുക്കുക ചെയ്തത്. അങ്ങനെ കറക്റ്റ് ലെവലിൽ കിട്ടി. പക്ഷെ ആദ്യം ചെയ്തതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് അത് അങ്ങനെ കിട്ടിപ്പോയി. ഇതായിരുന്നു മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ബിസ്ക്കറ്റ്. ഞാനിതിവിടെ ഷെയർ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ഒരു തെറ്റ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതാ നമ്മൾ രണ്ടാമതും അതുപോലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ നേരെ പകുതി. അപ്പോൾ 1/4 കപ്പ് നട്ട്സും അര കപ്പ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആദ്യത്തെ പോലെ തന്നെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് ഷേപ്പ് ചെയ്തെടുത്തു. അപ്പൊ ഇതാ രണ്ടാമത് കുറച്ച് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 150 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ രണ്ടാമത് ചെയ്ത് കൊടുത്തത് നമ്മൾ അതിന്റെ മുകളിൽ ഓരോ കറുപ്പ് മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ആദ്യത്തെ പിക്കാണ്ട് ഇതാരും ട്രൈ ചെയ്യാതെ പോണ്ട, കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.